എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനയഞ്ചേരിയിലാണ്. പനയഞ്ചേരിയിൽ ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് മണിയൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു ഹോട്ടലുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരു വലിയ ഗംഭീരമായ ഹോട്ടലൊക്കെ ആയിരിക്കും. അല്ല, വളരെ ചെറിയ രീതിയിലൊരു ഹോട്ടലാണ്. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ഇവിടെ ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ മണിയൻ ചേട്ടനെയും മണിയൻ ചേട്ടൻ്റെ ആഹാര രീതികളും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളും ഒന്നും അറിയാത്ത ആരും തന്നെ ഇല്ല. ഒരു ദിവസം രാവിലെ 4 മണി എന്നുണ്ടെങ്കിൽ ഈ മണിയൻ ചേട്ടൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഈ ദിവസം ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നും അദ്ദേഹം കുളിച്ച് തൊഴുതതിന് ശേഷമാണ് ഇവിടെ വന്ന് രാവിലത്തെ ചായ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ ഇവിടെ ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉൾപ്പെടെയുള്ള ഒരു ഊണ് വെറും 80 രൂപ മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിലെ അപ്പവും താറാവ് മുട്ടയുമാണ്. വേറെ ഒരു മുട്ടയും അല്ല, താറാവ് മുട്ടയും കൂടെ ചേർത്തുള്ള നല്ല കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:30 മണിയോട് കൂടി നമ്മുടെ മണിച്ചേട്ടൻ്റെ കടയിലെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങും. അപ്പോൾ ഇവിടെ പാഴ്സൽ സർവീസ് ആണ് കൂടുതലും ഊണ് കൊടുക്കുന്നത്. ഉച്ച സമയമാണ്. നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. വളരെ ചെറിയ സൗകര്യമാണ്, പക്ഷേ എങ്കിലും ഇവിടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഒരു 12:30 മണിയോട് കൂടിയിട്ട് നമ്മുടെ ആഹാരം കഴിക്കാനും പാഴ്സൽ മേടിക്കാനൊക്കെ ആൾക്കാർ എത്തി തുടങ്ങും. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ ചേട്ടൻ ഉണ്ടാക്കിയേ? കപ്പ, മീൻകറി, തൈര്, ചിക്കൻ ഫ്രൈ, പിന്നെ മീൻ ഫ്രൈ, മോര്, ഓക്കെ, സാമ്പാർ, മോര് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ നോക്കുന്നേ? ഇത്രയും ഐറ്റംസ് 12:30 മണിക്ക് മുമ്പ് റെഡി ആയി കഴിഞ്ഞു. ഒറ്റയ്ക്ക് എത്ര ഐറ്റം ഉണ്ടാക്കിയെന്ന് അറിയാമോ? എത്ര വർഷമായി? 15 വർഷം. അച്ഛനിപ്പോ എത്ര വയസ്സുണ്ട്? 63 വയസ്സുണ്ട്. ഒറ്റയ്ക്ക് ഇതൊക്കെ നടക്കുമല്ലോ കൂടി. ഞങ്ങൾ വേറെ ഒന്നും പോകുന്നില്ല. ആണോ? അപ്പൊ നമ്മുടെ ഈ ചെറിയ പരിമിതമായ സൗകര്യത്തില് അച്ഛൻ ഇത്രയും കാര്യങ്ങൾ അങ്ങ് ഒരുക്കുവാണ്. ഓക്കെ അമ്മ, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നടക്കുവോ? ചെയ്യും. അതൊരു മനസ്സാണല്ലേ? അപ്പൊ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? കൃത്യമായിട്ട് അത് വാങ്ങിക്കാനായിട്ട് എത്തുന്നവരുടെ എത്രത്തോളം ഊണ് കൊടുക്കാൻ പറ്റും ഒരു ദിവസം? ഒരു 35-40 ഊണിന് ഇന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 45 50-നകത്ത് പോകും. പക്ഷെ വെളി പൊതിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ കാണോ? പലപ്പോഴും ചില ആൾക്കാർക്ക് ചില സമയം നമ്മള് വല്ല ചപ്പാത്തിയോ രാവിലത്തെ മാവ് ദോശയോ എന്തെങ്കിലുമൊക്കെ ചുട്ട് കഴിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അമ്മ ചെറിയ സൗകര്യത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ഐറ്റംസ് ആണ് ഉണ്ടാക്കിയെന്ന് അറിയാം. എന്തായാലും അഭിമാനം എന്നറിയാമോ ഇവിടെ എല്ലാം. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം. ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ചേട്ടനാണ്. കോൺട്രാക്ടറാ. ഈ ഭാഗത്ത് പണിയുള്ളപ്പോ ഇവിടുന്ന് കഴിക്കും. ഇവിടുന്നേ കഴിക്കും. വളരെ വീട്ടിലെ കണക്കുള്ള ആഹാരമാണ്, വീട്ടിലെ രീതിയിലുള്ള. മാത്രമല്ല ഇത്രയും വില കുറച്ച് വളരെ റീസണബിൾ വിലയാണ്. അപ്പൊ നല്ല ടേസ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അതാണ് പിന്നെ നമ്മുടെ വീട്ടിലെ ആഹാരത്തിന്റെ അതേ രുചിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. കറികളൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വളരെ പരിമിതമായിട്ടുള്ളൊരു സൗകര്യമാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഏതായാലും ഭയങ്കര സന്തോഷം തോന്നുന്നു, അതോടൊപ്പം തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും. കാരണം ഇത്രയും വളരെ ചെറിയ സൗകര്യമാണെങ്കിലും വിശന്ന് വരുന്നവന് അവൻ്റെ ആവശ്യത്തിനുള്ള അളവിലിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യവും, അതോടൊപ്പം തന്നെ ശരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടുന്ന് മടങ്ങി പോകുന്നൊരു കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയ പീസ് ഓഫ് ചിക്കൻ ഫ്രൈ ഒക്കെ ആണെങ്കിൽ നല്ല മസാലയൊക്കെ പെരണ്ട് നന്നായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രൈയും ടേസ്റ്റ് ഉണ്ട്. ഏതായാലും ഈ സ്ഥലം നിങ്ങൾ മറക്കണ്ട. ഞാനിവിടെ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനയഞ്ചേരിയിലാണ് മണിച്ചേട്ടൻ്റെ കടയുള്ളത്. ഇവിടെ കഴിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളാണ്. ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ സമയത്ത് ഞങ്ങൾ ഏതായാലും കഴിച്ചു ചേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായി. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ 5 മണി മുതൽ ഇവിടെ പരിപാടി തുടങ്ങും. എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം? അത് കഴിയുമ്പോഴില്ല. രാവിലെ ചായയും പിന്നെ മുട്ടക്കറി എല്ലാം. താറാമുട്ട. വേറെ മുട്ടയൊന്നുമില്ല. വേറെ പിന്നെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. പിന്നെ ചായ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള പരിപാടി. അത്രേ. വൈകിട്ടൊന്നും പരിപാടിയൊന്നുമില്ല. ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി. വലിയ പഴംപൊരിയും ഒക്കെ. 15 വർഷം. ഇന്ന് വരെ ഉണ്ട്. നമ്മുടെ ഈ ചെറിയൊരു സൗകര്യമാണെങ്കിലും അവിടെ നമ്മളെ കൊണ്ടാവുന്നില്ല നമ്മൾ ചെയ്യുന്നത്.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ്, പാചകം ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ശരി, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ. പക്ഷെ ഉണ്ടല്ലോ, ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരാളും പിന്നീട് ഈ സ്ഥലം മറക്കില്ല. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിവരിച്ചത്.